ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നൊരു സൺഡേ ആണ്. ഇവിടെ ഇപ്പോൾ ടൈം 2:30 ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് ഉറക്കണീറ്റത്. എന്നിട്ട് നമ്മൾ ബ്രഞ്ച് കഴിച്ചു, കുറച്ച് റെസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലിഡിലോട്ടാണ്, നമ്മുടെ നെക്സ്റ്റ് ഒരു വീക്കിലത്തേക്കുള്ളൊരു ഗ്രോസറി പർച്ചേസിനായിട്ട്. പക്ഷെ ഒത്തിരി മാസീവായിട്ടൊന്നുമല്ല, മിനിമലായിട്ടുള്ള കുറച്ച് ഗ്രോസറി ഐറ്റംസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നടന്നാൽ ലിഡിലെത്തും. ആദ്യമൊക്കെ ബസ്സിലൊക്കെ പോകുമായിരുന്നു, വെയിറ്റൊക്കെ ചുമന്നുകൊണ്ട് വരാൻ പാടെന്നൊക്കെ കരുതി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ യൂസ് ടു ആയി. എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നടന്നു പോവും, എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും ചുമന്നുകൊണ്ട് വരും. സ്റ്റാമിന കൂടി ഗൈസ് ഇവിടെ വന്നതിന് ശേഷം. ഈ കാണുന്നത് വില്യൂട്ട് ഹൗസ്, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി പോലുള്ളൊരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് യു കെയിൽ വന്നപ്പോൾ ഒരു 1 മന്ത് ഞാൻ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. ആ ഒരു 1 മന്ത് മാത്രമായിരുന്നു ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുക. പിന്നെ നമുക്ക് നിൽക്കണമെങ്കിൽ എന്താണ് പട്ടി, പിന്നെ നമ്മൾ നിൽക്കണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. പിന്നെ ലിമിറ്റഡ് സ്പേസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ റൂം എടുത്തിട്ട് മാറി. അപ്പോൾ നമ്മളിന്നൊരു മിനിമൽ ഷോപ്പിംഗ് ആണ് നടത്തുന്നത്. കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഫോർ എ വീക്ക്. മറ്റേ ഒത്തിരി ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒന്നും വാങ്ങാനൊന്നുമില്ല. ചെറിയ ലൈക്ക് ടോയ്ലറ്റ് ടിഷ്യൂ, കിച്ചൺ റോള്, അതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു വീക്കിലെത്തേക്കുള്ള വെജീസ് ആൻഡ് മീറ്റ്സ് ഒക്കെ. അങ്ങനെ അതേ ലിഡിൽ, അയ്യോ മുടിഞ്ഞ തിരക്കാണല്ലോ. ഒന്ന് സൺഡേ ആവുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വാങ്ങുന്ന വെച്ചാൽ വാങ്ങിയിരിക്കും. പ്ലാസ്റ്റിക് ഇല്ല, ഫുള്ള് ഒറിജിനൽ നമുക്ക് വേണ്ട. നമ്മൾ ലിഡിനുള്ളിൽ കയറിക്കുള്ളൂ. പേഴ്സണലി എനിക്ക് ലിഡിലെ ഫ്രൂട്ട്സാണ് ഇഷ്ടം. നല്ല ഫ്രഷായിട്ട് ഇതുവരെ നമുക്ക് തോന്നിയിട്ടുള്ളത് ലിഡിലെയാണ്, കമ്പയറിങ് ടു മോറിസൺ ആൻഡ് ആസ്ഡ. പക്ഷേ ഓൾമോസ്റ്റ് അവരുടെ സ്റ്റോക്കൊക്കെ ഫിനിഷ് ആയിരിക്കുകയാണ്. നന്ദു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. 2.15 ആണ് അതിൻ്റെ റേറ്റ്. ബ്ലൂബെറീസ് ഉണ്ട് 350 ഗ്രാം 2.99. അങ്ങനെ അതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. നെക്സ്റ്റ് എനിക്ക് ഇവിടുത്തെ ഗ്രേപ്സ് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അതും കണ്ടില്ലേ, ഫിനിഷായി. പിന്നെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം നല്ലത് നോക്കി നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. മിക്സ്ഡ് ഗ്രേപ്സ് ആണ്, 1.89 pounds. ഇനി നമ്മൾ മെയിനായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രോക്കോളിക്ക് ചീപ്പാണ്, 1.08. പിന്നെ നമുക്ക് വേണ്ട സാധനം ബീൻസ്. ബീൻസ് ഉണ്ട്, വേണ്ടേ? 85p ഉള്ളൂ. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് ബീൻസ് എടുത്തു. ഇനി ആപ്പിൾ എടുക്കാം. ഇവിടെ ഒത്തിരി ടൈപ്സ് ആപ്പിളുണ്ട്, എനിക്കിതിൽ വ്യത്യാസമൊന്നും അറിയത്തില്ല. അത് കണ്ടില്ലേ, ബ്രേബേൺ ആപ്പിൾസ്, ബ്രിട്ടീഷ് ആപ്പിൾസ്, പിന്നെയുണ്ട് ജാസ് ആപ്പിൾസ്, തീർന്നു കേട്ടോ. പിന്നെ ഗ്രാനി സ്മിത്ത് ആപ്പിൾസ്, പിങ്ക് ലേഡി ആപ്പിൾസ്. ഒക്കെ എന്താണെന്ന് പറഞ്ഞുകൂടാ, നമ്മൾ തമ്മിൽ വില കുറവുള്ള ഒരു ആപ്പിൾ നോക്കിങ്ങ് എടുത്തു. പിന്നെ നന്ദു ഡയറ്റൊക്കെ നോക്കണോണ്ട് ഫൈബർ റിച്ച് ആണെന്ന് പറഞ്ഞിട്ട് പ്ലംസ് കഴിക്കാറുണ്ട്. നമ്മൾ റൈപ്പൻ പ്ലംസ് എടുത്തിട്ടുണ്ട്, 2.29. പക്ഷെ നല്ലതാട്ടോ, എനിക്കിഷ്ടമാണ്. ഇനി നമ്മൾ കുറച്ച് ലെമൺസ് എടുക്കാൻ പോകുന്നു. ലെമണാണോ? ഓക്കെ. ആറഞ്ച് ഉണ്ട് ഗൈസ്, പക്ഷേ കണ്ടിട്ടൊരു മെനയില്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഓറഞ്ചിൻ്റെ വലിയൊരു ഫാനല്ല. നമ്മൾ ലെമൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രീസിങ് സോൺ ഗൈസ്. ഇവിടെ കുറേ ചിൽഡ് ഫുഡ്സ്, ബ്രിട്ടീഷ് മിൽക്ക്, പിന്നെന്താ യോഗേർട്സ് ഐറ്റംസ് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതൊന്ന് നമ്മളെടുക്കുന്നത് ഒരു പാക്കറ്റ് ഗ്രീക്ക് നാച്ചുറൽ യോഗേർട്ട് എടുത്തു. പിന്നെ കാണിക്കാൻ മറന്നു കേട്ടോ, ഒരു പാക്കറ്റ് ഇതെടുത്തായിരുന്നു,
ചില്ലി. നമ്മൾ സാധാരണ പാലൊന്നും മേടിച്ച് കുടിക്കാത്ത ആൾക്കാരാണ്. പിന്നെ സ്ട്രോബെറി മേടിച്ചതുകൊണ്ട് അത് സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് മിൽക്ക് എടുത്തു. നമ്മൾ കോഴിക്കടയിലെത്തി. അങ്ങനെ 2 പാക്കറ്റ് നമ്മുടെ ലാർജ് ഹോൾ ചിക്കനാണ് എടുത്തത്. അതിൽ ഒരെണ്ണത്തിൻ്റെ വില 4.79. ഇത് ശരിക്കും ലാഭം കേട്ടോ. ഒരു ചിക്കൻ ഉണ്ടാക്കി വെച്ച് 2 പാക്കറ്റ് ചിക്കൻ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇവിടെ 1 kg 60 rupeeയുടെ ക്യാരറ്റ് ഉണ്ട്. ഇതെടുക്കാം. ഇത് അത്യാവശ്യം ലുക്സ് ഫ്രഷ്. അത് നമ്മൾ ഈ പൊട്ടാറ്റോ ആണ് പിന്നെ എടുത്തത് കേട്ടോ, 2.5. ഇനി നമ്മുടെ ലിസ്റ്റ് പ്രകാരം നമുക്ക് വാങ്ങാനുള്ളത് ടോയ്ലറ്റ് റോളാണ്. ടോയ്ലറ്റ് റോൾ അല്ലടാ, കിച്ചൺ റോൾ മതി. ടോയ്ലറ്റ് റോൾ ഉണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞു സാധനങ്ങളൊക്കെ. ഇനി അടുത്ത് ബില്ല് ചെയ്യാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ട്. സോ നമ്മൾ ക്യൂയിലാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സെക്ഷൻ എംപ്റ്റി ആണെന്ന്. സോ ലെറ്റ്സ് ഗോ ദേർ. നമുക്ക് ബില്ലടിക്കാം. ഇതിൽ വെക്കാൻ ഇടയില്ലാണ്ട് ഇത് നിറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ബില്ല് അയക്കുന്നത് 35.8. ഞാനിത് ബില്ല് ചെയ്തിട്ട് വരാം. ടോട്ടൽ ബില്ല് നാട്ടിൽ ഏകദേശം ഒരു 3600+ ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വന്നത് ഒരു ബാഗ് വാങ്ങേണ്ടി വന്നു. യൂഷ്വലി നമ്മൾ അത് കണക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ബാഗ് എടുത്തിട്ട് പോവും. കാരണം കടയിൽ ചെന്ന് ബാഗ് വാങ്ങുമ്പോൾ പിന്നെ അതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അപ്പോൾ അത് ആവാണ്ടിരിക്കാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ ഞാൻ 2 എടുത്ത് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നില്ല. അങ്ങനെ ഒരു ബാഗ് കൂടി വാങ്ങി. സോ 36 പൗണ്ടായി ഓൾ ടോട്ടൽ. നന്ദ പോകുന്നുണ്ട് എനിക്ക് മുന്നേ. 2 വെയിട്രസിൻ്റെ ബാഗൊക്കെ തൂക്കി. അപ്പോൾ ഇത്രയും വാങ്ങിയതായിരിക്കും ഏകദേശം നമ്മൾ 1 വീക്കിലോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാം ഒരു വീക്ക് കൊണ്ട് ഫിനിഷൊന്നും ആകത്തില്ല. ഈ പൊട്ടാറ്റോസൊക്കെ ആക്ച്വലി കേൾക്കുന്നുണ്ടോ? ഈ പൊട്ടാറ്റോസൊക്കെ ആക്ച്വലി 2 വീക്സും ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ഇരിക്കും. അപ്പോൾ ഈ വീക്കിൽ നമ്മുടെ ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നന്ദൂര് 5 ഡേയ്സും പോകണം, 8 to 5. എനിക്ക് മൺഡേ ട്യൂസ്ഡേ പോകണം, പിന്നെ 2 days ഓഫ്. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ പോകണം, വീണ്ടും 2 days ഓഫ്. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും എന്താ പറയുക, ഈ 2 daysൽ ഒരു ഡേ ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അത് മാക്സിമം ചെയ്യും. നവഡേയ്സ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഗൈസ്. ബാങ്ക് കിട്ടാനേ ഇല്ല. നമ്മളിവിടെ എക്സ്ട്രാ ഡ്യൂട്ടി എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ബാങ്ക് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഷിഫ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴായിരിക്കും വൈകിട്ടത്തേക്ക് ഒരു ഷിഫ്റ്റ് കാണുന്നത്. അപ്പോഴേ തന്നെ ബുക്ക് ചെയ്യും, പോവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്യാമായിരുന്നു. വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. സ്റ്റാഫിനെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞു തോന്നുന്നു എല്ലായിടത്തും. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് എക്സ്ട്രാ സ്റ്റാഫിനെ ഒന്നും വേണ്ട. This is our way to home. വീണ്ടും എപ്പോഴും കാണാൻ പറ്റും, വീട്ടിൽ ചെന്നാലും കാണാൻ പറ്റും. അതാണ് പ്രശ്നം. എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രം കാണണം, വീട്ടിൽ വരണം, കിടന്നുറങ്ങണം. എന്താ ചെയ്യുക? ഇത് ന്യൂ ബിൽഡിംഗ് ആണല്ലോ ഹോസ്പിറ്റലിൻ്റെ. ഇതിൽ 7th ഫ്ലോറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഇവിടെ നിന്ന് ഇറങ്ങുക, ഇത്ര ദൂരം നടക്കുക, ക്രോസ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. സോ ഈസി. അതുകൊണ്ട് വെളുപ്പിന് 1 മണിക്കൂർ മുന്നേ ഉറക്കം എണീക്കുക, കുക്ക് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. അങ്ങനെ വീടെത്തി. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചോറ് വയ്ക്കണം.
പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കറി വെക്കണം. ഞാൻ ക്യാബേജ് തോരനുണ്ടാക്കും. അതാണ് ഇന്നത്തെ. ക്യാബേജ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, കഴിഞ്ഞ ആഴ്ച മേടിച്ചത്. ക്യാബേജ് തോരനും ചോറ് മാത്രം വെക്കും. ഫ്രിഡ്ജിൽ കറി ഓൾറെഡി ഇരിപ്പുണ്ട്. ഞാനുണ്ടാക്കിയ ബീഫ് റോസ്റ്റ് സൂപ്പർ ടേസ്റ്റായിരുന്നു അതിന്. പിന്നെ എന്ത് വേണം? പിന്നെ ഇത്രയേ ഉള്ളൂ. മേ ബി ചിലപ്പോൾ പറ്റുവാണെങ്കിൽ അപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്, അത് ഒന്ന് അരച്ച് വെക്കണമെന്നുണ്ട്. അപ്പം കഴിക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത്ര മാത്രം. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. നമ്മൾ ജസ്റ്റ് ഡെഡിൽ പോയി ഗ്രോസറി വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.